ഡോക്ടർ ഹാരിസ് അദ്ദേഹം തത്സമയം മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. അതിലേക്ക് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ പോസ്റ്റിനകത്ത് എഴുതിയിരുന്നു, എനിക്ക് ജീവിതം തന്നെ മടുത്തു എന്ന് പറഞ്ഞ് എഴുതിയിരുന്നു. അതിനായിരിക്കും അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശത്തോടെ ഇട്ടതാണോ പോസ്റ്റ്? അങ്ങനെ ഇട്ടതല്ല, നമുക്ക് അത്ര ഇമോഷണൽ ആയിട്ടില്ല. ഞാൻ അത്രത്തോളം ഇമോഷണൽ ആണ് ഇപ്പോഴും. നടപടിയിലൊന്നും എനിക്ക് പ്രശ്നമില്ല. നടപടികളെന്തോ ആയിക്കോട്ടെ, നമുക്ക് ചട്ടങ്ങൾ പാലിച്ച് നമുക്ക് ചെയ്യാനുള്ള ചട്ടങ്ങൾ അവർ ചെയ്യുന്നില്ല. നമുക്ക് നേരിലുള്ള നമ്മൾ ചോദിക്കുന്ന ചട്ടങ്ങൾ അവർ ചെയ്യുന്നില്ല. അപ്പോൾ അവരുടെ ചട്ടങ്ങൾക്ക് അത്ര എനിക്ക് പറ്റുള്ളൂ. വിളിച്ചെടുക്കും. അവർ രാവിലെ മുതലേ വിളിക്കുന്നുണ്ട്. അപ്പോൾ വിളിക്കുന്നുണ്ട്, ഞാനത് കൂടുതൽ ഒരു ഡിസ്റ്റർബൻസ് ആയപ്പോൾ ഞാൻ ഫോൺ ഓഫ് ചെയ്ത് വെക്കുകയാണ്. ഈ സംവിധാനത്തെ ആകെ നാണം കെടുത്തിയെന്നാണ് DME പറയുന്നത്. സംവിധാനത്തെ നാണം കെടുത്താൻ എന്താണ്? സംവിധാനത്തിന് ഈ പറഞ്ഞതുപോലെ ഒരു ഉപകരണം ഇല്ലാതെ പേഷ്യന്റ് ഓപ്പറേഷൻ മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ പേഷ്യന്റ് ഡെത്താകുന്നതിനെ കൂടുതൽ നാണക്കേട് വേറെ എന്താണ്? നമ്മൾ നാണക്കേട് കാണിച്ച് സത്യങ്ങൾ മൂടി വയ്ക്കുന്നത് എന്തിനാണ്? അതെ അതെ. അതിപ്പോ സജീവൻ സാറ് ഉറപ്പ് നൽകിയതിന്റെ പേരിലാണ് PS. തൻ്റെ നിലപാടുകളിൽ ഒന്നും മാറ്റം വരുത്തിയിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. താൻ ഇപ്പോഴും വളരെ വൈകാരികമായി തന്നെയാണ് അക്കാര്യത്തിൽ നിൽക്കുന്നത്. ഉണ്ടായ പ്രശ്നങ്ങളെ വളരെ യാഥാർത്ഥ്യബോധത്തോടുകൂടി പ്രതിസന്ധികളെ അത് അറിയിക്കുക എന്ന ചുമതലയാണ് നിർവഹിച്ചത്. ചട്ടങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ തന്നോടുള്ള ചട്ടങ്ങൾ, അല്ലെങ്കിൽ ആ ചട്ടങ്ങളൊക്കെ അവിടെ കൃത്യമായി പാലിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് ഈ ചട്ടങ്ങളെയൊന്നും താൻ അത്ര കാര്യമാക്കി എടുക്കുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. 1 മണിക്കൂർ മുൻപാണ് പോസ്റ്റ് പിൻവലിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മറ്റൊരു പോസ്റ്റ് കുറിച്ച്, ഞാൻ തെറ്റുകാരനല്ല, പരിമിതികളാണ് എനിക്ക് ചുറ്റും, അതിനുള്ളിൽ നിന്ന് എൻ്റെ വിഭാഗത്തിൽ ചികിത്സ തേടി വരുന്ന ഓരോ മനുഷ്യനും എനിക്ക് കഴിയുന്നതിൻ്റെ പരമാവധി ചികിത്സ നൽകാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്നോടൊപ്പം ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന സീനിയർ ഡോക്ടർമാരും ജൂനിയർ ഡോക്ടർമാരുമാണ് എൻ്റെ ശക്തി. ഇന്നുവരെ വ്യക്തിപരമായ ഒരു കാര്യത്തിനും ആരുടെയും മുന്നിൽ നട്ടെല്ല് വളയ്ക്കാത്ത ഞാൻ വകുപ്പ് മേധാവിയായ ശേഷം ഒരുപാട് പേരെ സർ എന്ന് വിളിച്ചു, ഒരുപാട് മേശകളുടെ മുന്നിൽ ഓച്ഛാനിച്ചു നിന്നു, ഒരുപാട് കമ്മിറ്റികൾക്ക് പോയി, ഒന്നും നടന്നില്ല. എൻ്റെ കുടുംബങ്ങളിലെ ഒരു പരിപാടികൾക്കും ഞാനിപ്പോൾ പോകാറില്ല. ആശുപത്രിയിൽ ഒരു വകുപ്പ് മേധാവിക്ക് രോഗികളുടെ മേൽ അത്രയ്ക്ക് ശ്രദ്ധ വേണം തുടങ്ങി എങ്ങനെയാണ് തന്നിൽ അർപ്പിതമായ ചുമതല നിർവഹിക്കാൻ ആത്മാർത്ഥമായി ശ്രമിച്ചത്. പക്ഷേ അതിനുള്ള സാഹചര്യങ്ങളില്ല എന്നതാണ് അദ്ദേഹം വിഷമത്തോടു കൂടി തന്നെ പറയുന്നത്. അതേസമയം DME ആരോപണങ്ങളെ എല്ലാം തള്ളിക്കൊണ്ടാണ് രംഗത്ത് വരുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ശസ്ത്രക്രിയകൾ നടന്നു. അതിലൊരു ശസ്ത്രക്രിയ മാത്രമാണ് യന്ത്ര തകരാറ് കൊണ്ട് മുടങ്ങിയത് എന്നുള്ളതാണ് അദ്ദേഹത്തിന് നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത്. അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. അമൽ, വളരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുന്നു, പക്ഷേ പിന്നീട് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ആ പോസ്റ്റ് പിൻവലിച്ചു എന്നാണ് ഇപ്പോൾ ഡോക്ടർ ഹാരിസിന്റെ പ്രതികരണമായി ലഭ്യമാകുന്നത്. നിലപാടിൽ ഉറച്ചു തന്നെ അദ്ദേഹം നിൽക്കുകയാണല്ലേ? പക്ഷേ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വീണ്ടും ആവർത്തിക്കുകയാണ്. നിലവിൽ എന്തായാലും പറഞ്ഞിരിക്കുന്നതിൽ നിന്നും താൻ പിന്നോട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു. പറഞ്ഞ കാര്യങ്ങൾ ഇതിനു മുൻപ് നിരവധി മേലുദ്യോഗസ്ഥരോട് അറിയിച്ച കാര്യങ്ങളാണ്. അത് മാത്രമാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിട്ടിരുന്നത്. പിന്നീട് എന്തുകൊണ്ട് ആ പോസ്റ്റ് പിൻവലിച്ചു എന്ന ചോദ്യത്തിന് മന്ത്രിയുടെ ഓഫീസിനടക്കം ഇപ്പോഴത്തെ പ്രതികരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, മന്ത്രിയുടെ ഓഫീസിന് ആശുപത്രിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു. മന്ത്രിയുടെ ഓഫീസിനെ ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ കുറവടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും താൻ ധരിപ്പിച്ചിരുന്നതാണ്. പക്ഷേ ആ വിഷയത്തിൽ പ്രശ്നപരിഹാരം ഉണ്ടായില്ല. ഇന്നിപ്പോൾ വീണ്ടും കരമന ഹരി എന്ന് പറയുന്ന CPM നേതാവുമായി ഏറ്റവും അടുത്ത ബന്ധം ഉള്ള ഒരാളാണ് ഈ ഡോക്ടർ ഹാരിസ് എന്ന് പറയുന്നത്. അതിനാൽ തന്നെ ഹാരിസിന് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് ശേഷം അവിടെ നിന്നും കരമന ഹരി വിളിച്ചിരുന്നു. അതിനുശേഷം മന്ത്രിയുടെ PS എന്ന് പറയുമ്പോൾ സജീവനാണ് മന്ത്രിയുടെ PS, ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ PS ആണ്. അങ്ങനെ സജീവൻ വിളിച്ച് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. വൈകാരികമായൊരു പോസ്റ്റാണ് നേരത്തെ ദിവീഷ് പറഞ്ഞതുപോലെ ഏറ്റവും ഒടുവിലിട്ടിരുന്നത്. ഈ ആശുപത്രിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ താൻ ജോലി ചെയ്യുന്ന ആശുപത്രിയോട് നീതി കാണിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നീട് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിച്ചത്. അതിനാൽ തന്നെ അത് വൈകാരികമായൊരു പോസ്റ്റായിരുന്നു. ആ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് അധികൃതർ മെഡിക്കൽ കോളേജ് പോലീസിൽ വിവരം അറിയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് നമുക്ക് ഇവിടെ ക്യാമറ അവിടേക്കൊന്ന് കാണിച്ചാൽ പോലീസ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പോലീസ് വീട്ടിലെത്തി അകത്ത് കയറി ഡോക്ടറോട് സംസാരിച്ച ശേഷം പുറത്തേക്ക് മടങ്ങുകയാണ്. ഈ പോസ്റ്റിലെ ഒരു വൈകാരികതയാണ് അവസാനം പറഞ്ഞിങ്ങനെ അവസാനിപ്പിച്ചത് കൊണ്ടാണ് ഈ മെഡിക്കൽ കോളേജ് അധികൃതർ പോലീസിനെ അറിയിച്ചതും പോലീസ് ഇവിടേക്ക് എത്തി ഈ ഹാരിസിനോട് സംസാരിക്കുകയും ചെയ്തത്. അതിനുശേഷമാണ് ഇപ്പോൾ ഹാരിസിന്റെ പ്രതികരണം നമുക്ക് ലഭ്യമായത്. പ്രതികരണത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. മന്ത്രിയുടെ ഓഫീസിനെ അടക്കം വിവരങ്ങൾ അറിയിച്ചിട്ടും പ്രശ്നപരിഹാരം ഉണ്ടാക്കാത്തതിനെ തുടർന്ന് താൻ ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ഇനിയിപ്പോൾ നടപടി ഉണ്ടായാലും കുഴപ്പമില്ല എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. താങ്കൾ